വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. എല്ലാവർക്കും വളരെ പരിചിതമായ, എല്ലാവർക്കും മീൻസ് സ്റ്റുഡിയോ നടത്തുന്ന ആൾക്കാർക്ക് വളരെ പരിചിതമായ ഒരു പ്രിന്ററായിരുന്നു കാനോണിന്റെ സീരീസിലുള്ള പ്രിന്ററുകൾ, സെൽഫി സീരീസിലുള്ള പ്രിന്റർ. ഇത് CP1000 എന്നൊരു മോഡലാണ്. ഇപ്പോൾ ഇതിന്റെ കാര്യം പറയാനുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡിയോകളിൽ കൂടുതലും ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിലോട്ട് സ്റ്റുഡിയോകൾ മാറി എന്ന് വെച്ചാൽ, പ്രിന്ററിന്റെ വില കുറച്ച് കൂടുതലാണെങ്കിലും പ്രിന്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്. ഒരു ആബ്സെന്റ് ഒറിജിനൽ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും ഒരു 5 മുതൽ 6 രൂപ അല്ലെങ്കിൽ 7 രൂപ വരെയാണ് ഒരു പ്രിന്റിങ്ങിന് ചിലവാകുന്നത്. പക്ഷേ ഒരു വർഷത്തിനകത്ത് തന്നെ ഇതിൻ്റെ വാറണ്ടി കഴിയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഹെഡ് ഡാമേജ് ആയി പോകുമ്പോൾ പലപ്പോഴും ഈ പ്രിന്റർ തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ആ സ്ഥലത്താണ് നമ്മുടെ ഈ CP1000ന്റെ പ്രസക്തി വീണ്ടും വരുന്നത്. ഈ ഒരു പ്രിന്റർ വില വളരെ കുറവാണ്. ഏകദേശം 7000 രൂപയാണ് ഈ പ്രിന്ററിന്റെ വില വരുന്നത്. പക്ഷേ ഇതിന്റെ കാഡ്രിഡ്ജ്, പേപ്പറും റിബണും കൂടെ ചേർന്നൊരു കാഡ്രിഡ്ജാണ് വരുന്നത്. 100 വർഷമാണ് ഈ പ്രിന്റിന്റെ ലൈഫ് കാനോൺ അവകാശപ്പെടുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ഉള്ളൊരു പ്രിന്ററാണ്, തെർമൽ പ്രിന്ററാണ് ഈ ഒരു CP1000 എന്ന് പറയുന്നത്. 108 പ്രിന്റാണ് നമുക്ക് ഒരു റോള്, ഒരു കാഡ്രിഡ്ജ് സെറ്റ് വാങ്ങിയാൽ പ്രിന്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പ്രിന്റിന് 15 രൂപയോളം കോസ്റ്റ് വരും. അത് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് കാണാം. പക്ഷേ പ്രിന്ററിന്റെ വില കുറവായതുകൊണ്ടും വർഷങ്ങളോളം യാതൊരു പ്രശ്നമില്ലാതെ ഇത് വയ്ക്കുമെന്നുള്ളത് കൊണ്ടും ഈ പ്രിന്റർ നമുക്ക് വർത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊരു 17,000 രൂപ മുടക്കി ഒരു ഇങ്ക്ജെറ്റ് വാങ്ങി കുറേ പ്രിന്റ്, ഒരുപാട് പ്രിന്റ് വർക്ക് ഉണ്ടെങ്കിൽ, ഒരുപാട് പ്രിന്റ് എടുക്കാനുണ്ടെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ തന്നെയാണ് ലാഭം. കാരണം ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇങ്ക് കട്ട പിടിച്ച് ഡാമേജ് ആവുന്നത് കുറയും. പക്ഷെ വർക്ക് കുറവുള്ള സ്റ്റുഡിയോകളിൽ യാതൊരു കാരണവശാലും ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതുപോലുള്ള പ്രിന്ററുകളാണ് അവർക്ക് നല്ലത്. ഇത് വളരെ കുറച്ച് പ്രിന്ററും, ആഴ്ചയിൽ 1-2 പ്രിന്റ് അടിച്ചാൽ പോലും ഇതിന് യാതൊരു ഡാമേജും വരില്ല. ഇനിഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് വളരെ കുറവാണ്. ഒരു സെറ്റ് കാഡ്രിഡ്ജ് ഉൾപ്പെടെ 8500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രിന്റർ വാങ്ങാൻ പറ്റും. RP108, KP108 ഈ 2 ടൈപ്പ് ഓഫ് കാഡ്രിഡ്ജുകളും ഈ പ്രിന്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2.7 ഇഞ്ച് സൈസുള്ള ഒരു മോണിറ്റർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പ്രിന്റ് അടിക്കാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ കൂടെ കാനോണിൻ്റെ ഒരു ഓപ്ഷണൽ ബാറ്ററി വാങ്ങുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഔട്ട്ഡോറിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഈ പ്രിന്റർ കൊണ്ടുപോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സ്പീഡാണ്. ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 മിനിറ്റ് പോലും വരുന്നില്ല. 47 സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രിന്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അത്യാവശ്യം ലൈവ് പ്രിന്റിങ്ങിനും ID കാർഡ് പ്രിന്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രിന്ററാണ് CP1000 എന്ന് പറയുന്ന ഈ ഒരു പ്രിന്റർ. അപ്പോൾ നിങ്ങൾക്ക് വളരെ തിരക്കില്ലാത്ത ഒരു സ്റ്റുഡിയോ ആണെങ്കിൽ, അത്യാവശ്യം ID കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റിയ പ്രിന്റർ ഇതാണ്. 8500 രൂപയ്ക്ക് നമുക്ക് ഈ പ്രിന്ററും ഒരു കാഡ്രിഡ്ജും ഉൾപ്പെടെ കിട്ടും. പിന്നെ ഏകദേശം ഒരു 1600 രൂപ ചിലവാക്കുമ്പോൾ 108 പ്രിന്റ് അടിക്കാൻ പറ്റുന്ന ഒരു കാഡ്രിഡ്ജ് സെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ബൈ.